Meet the editors. ചോദ്യം ഇതാണ്, ഇനിയും തലകൾ ഉരുളുമോ? ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ ഒന്നാം ഘട്ടം അവസാനിച്ചു പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ. സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലായിരുന്നു. ധാരാളം നമ്മൾ ചർച്ച ചെയ്തു, ധാരാളം ബിഗ് ബ്രേക്കുകളൊക്കെ വന്നു. തലകൾ ഉരുണ്ടു തുടങ്ങി. SP സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ADGPക്കെതിരെ. P ശശിയിലേക്ക് പോകുമോ എന്ന് നമ്മൾ കാത്തു നിൽക്കുന്നു. തലകൾ ഉരുളുമോ ഇനിയും? നോക്കൂ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ P ശശിയാണ് എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സംശയമാണ് ഞാൻ ഇന്നലെ ഉന്നയിച്ചത് എങ്കിൽ ഇന്ന് ആ സംശയം കൂടുതൽ ബലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് PV അൻവർ വിവിധ വാർത്താ സമ്മേളനങ്ങളായി പല തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ചോദ്യം ഇവിടെ ഉയരുന്നത്, PV അൻവറിന് നല്ല ബന്ധമാണല്ലോ പിണറായി വിജയനുമായിട്ട്. അദ്ദേഹം ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ്. അദ്ദേഹത്തിന് ഈ MR അജിത് കുമാറിനെതിരെ, അതേപോലെ തന്നെ SP ആയിട്ടുള്ള ശശിധരനെതിരെ, അതേപോലെ SP ആയിട്ടുള്ള സുജിത് ദാസിനെതിരെ ഒക്കെ പരാതികളുണ്ട് എങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് മുഖ്യമന്ത്രിയെ കാണാവുന്നതേ ഉള്ളൂ. നിശ്ചയമായും അദ്ദേഹം ഈ CPMൻ്റെ ഒരു പാർട്ടി ഫോറത്തിലും അംഗമല്ല. എന്നാൽ പാർലമെൻ്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം ഇടതുപക്ഷ MLA ആണല്ലോ. അവിടെ വേണമെങ്കിൽ ഉന്നയിക്കാം. ഇനി PV അൻവറിന് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ കിട്ടാത്ത ഒരാളൊന്നുമല്ല. കാരണം വെച്ചാൽ അദ്ദേഹം MLA ആണ്, ഭരണപക്ഷത്ത് നിൽക്കുന്ന MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എന്തുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നു? ഇത് രഹസ്യമായി മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട ഒരു കാര്യമല്ല. അതല്ല ലക്ഷ്യം. ഇപ്പോൾ MR അജിത് കുമാറിനെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ശശിധരനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സുജിത് ദാസിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സ്വകാര്യമായി പോയി കണ്ട് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ് എങ്കിൽ നടപടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്ത് എന്തോ ഒരു അജണ്ട ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്, നോക്കൂ, MR അജിത് കുമാറിൽ അവസാനിപ്പിക്കാവുന്ന അലിഗേഷന് അപ്പുറത്തേക്ക് PV അൻവർ ഇതിൽ P ശശിയിലേക്ക് കൂടി കൊണ്ടുപോയിട്ടുണ്ട്. P ശശിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രദ്ധയും പുലർത്തുന്നുണ്ട്. അപ്പോഴും P ശശിക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PV അൻവർ P ശശിയെ രംഗത്ത് കൊണ്ടുവന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നീക്കമാണ്. ഇന്ന് നോക്കൂ, റസാക്ക് അല്ലേ, കാരാട്ട് റസാക്ക് എന്ന് പറയുന്ന കൊടുവള്ളിയിൽ നിന്ന് മുമ്പ് ജയിച്ചിട്ടുള്ള CPMൻ്റെ MLA ആയിരുന്ന ഒരാൾ ഇന്ന് P ശശിയെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് എന്താ പറയുന്നത്? P ശശി അങ്ങേയറ്റം കുഴപ്പം പിടിച്ചിട്ടുള്ള ഒരാളാണ്, അധികാര ദുഷ്പ്രമത്തതയുള്ള ആളാണ്, അഹങ്കാരിയാണ്. എന്താണിപ്പോൾ P ശശിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കാരാട്ട് റസാക്ക് വന്നിട്ട്? ഇനി മൂന്നാമത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് ഇന്ന് PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ. അതെന്താ? CMൻ്റെ ഫോൺ ചോർത്തിയെന്നാണ് പറയുന്നത്. CM വിളിച്ചിട്ട് പറയുമോ ഈ പറയുന്ന അരുൺകുമാറിനോട് എൻ്റെ ഫോൺ ചോർത്താൻ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? യഥാർത്ഥത്തിൽ അത് P ശശിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ബലപ്പെടുന്ന സംശയമാണത്. കാരണം നോക്കൂ, ഇതിന് ശേഷം ആരെങ്കിലും ഈ പറയുന്ന PV അൻവറിനെതിരായിട്ടൊരു എതിർശബ്ദം CPMൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷ മുന്നണിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? മറുവശത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? പിന്തുണയല്ലേ ഉണ്ടായിട്ടുള്ളത്? ആദ്യം പിന്തുണച്ചത് ആരാ? MV ഗോവിന്ദനാണ് പിന്തുണച്ചത്. ഈ പറയുന്ന സർക്കാരിലെ പോലീസിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഇതിനെ വളരെ മൃദുവായി കൈകാര്യം ചെയ്തത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാ. രണ്ടാമത്തെ പ്രതികരണം വന്ന ആരുടെയാ? മുഹമ്മദ് റിയാസിൻ്റെ. എന്താ പറഞ്ഞത്? മെറിറ്റ് ഉണ്ടെങ്കിൽ അന്വേഷിക്കും എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ LDF കൺവീനറിൻ്റെ പ്രതികരണം വന്നല്ലോ. അദ്ദേഹം 5 മണിക്കൂർ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? PV അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇനി P ശശിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി നൽകിയാൽ അതും അന്വേഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നീക്കമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു 2 വർഷത്തിനകത്ത് പാർട്ടിയിലെ പവർ ഇക്വേഷൻസ് ഒക്കെ മാറുമെന്നേ, നേതൃമാറ്റമൊക്കെ ആവശ്യമായി വരുന്നൊരു ഘട്ടമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ 79 വയസ്സുണ്ട് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് 81 വയസ്സാകും. നമുക്ക് പറയാം 2006 80 വയസ്സിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായെന്നൊക്കെ പറയാം. പിന്നീട് പാർട്ടിക്ക് തന്നെ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്, 75 വയസ്സിന് ശേഷം ആരും തന്നെ ഒരു പദവികളും വഹിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. 75 വയസ്സിന് ശേഷമാണ് കേട്ടോ മുഖ്യമന്ത്രിയായി വീണ്ടും പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സംഷൻ കൊടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം തുടർഭരണം ഉണ്ടാക്കിയ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പിണറായി മത്സരിക്കുമെന്നോ പിണറായി വിജയൻ മുന്നോട്ട് വരുമെന്നോ. അദ്ദേഹത്തിന് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി ആരാണ് ആ നേതൃത്വത്തിലേക്ക്? അത് ഈ പാർട്ടിയിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, വളരെ
വളരെ പ്രമുഖരെന്ന് നമ്മൾ കരുതുന്ന പല നേതാക്കളുടെയും CPM-ലെ സ്ഥിതി എന്താ? ഇപ്പോൾ MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ഡൽഹി കേന്ദ്രിച്ചാണ് പ്രവർത്തിക്കുന്നത്. A വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ഡൽഹി കേന്ദ്രിച്ചാണ് പ്രവർത്തിക്കുന്നത്. തോമസ് ഐസക്ക് ഇപ്പം മുഖ്യധാരയിലുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. AK ബാലൻ 75 വയസ്സിൻ്റെ ഒരു ബാധ്യത അദ്ദേഹത്തിനുമുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂർ നോക്കിക്കേ, P ജയരാജൻ്റെ സ്ഥിതി എന്താ? വളരെ സൈഡ് ലൈൻഡാണ്. EP-യുടെ അവസ്ഥ എന്താ? EP ഇപ്പോൾ അങ്ങോട്ട് മാറി, EP പുറത്താക്കപ്പെട്ടു. ഈ MV ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താണ് ഒരു അധികാര കേന്ദ്രമായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകൾ? ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ യുക്തി വെച്ചാണ് ഈ കാര്യങ്ങളെ പരിശോധിക്കുന്നത്. MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു അധികാര കേന്ദ്രം ആരാ പിന്നീട് ഉണ്ടായിട്ടുള്ളത്? P ശശിയാണ്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. P ശശി അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട. കാരണം വെച്ചാൽ കണ്ണൂർ രാഷ്ട്രീയത്തിലും CPM-ൻ്റെ രാഷ്ട്രീയത്തിലും ഒരു ശക്തനായ ആൾ തന്നെയാണ് P ശശി. P ശശി ഒരു ക്രൗഡ് പ്ലർ ആയിരിക്കില്ല. P ശശി നല്ല പ്രഭാഷകനായിരിക്കില്ല. P ശശി നിങ്ങളെ മാധ്യമങ്ങളെ കാണുന്ന ആളായിരിക്കില്ല. പക്ഷേ P ശശിക്ക് നല്ല ക്ലൗട്ട് ആ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അദ്ദേഹത്തിനെതിരെ ഗുരുതരാരോപണം ഉണ്ടായിട്ടും അതിൻ്റെ ഭാഗമായി അദ്ദേഹം പുറത്തു പോയിട്ടും അദ്ദേഹം പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ വരുന്നു, പിന്നെ സംസ്ഥാന സമിതിയിൽ വരുന്നു, വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നു. എന്നു മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായി P ശശി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ടെന്നേ. അവിടെ P ശശി ഒരു അധികാര കേന്ദ്രമായി CM-ൻ്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ P ശശി നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് ആകാംക്ഷയുള്ള ഒട്ടേറെ പേർ ഇപ്പുറത്തുണ്ട്. PV അൻവർ എന്ന് പറയുന്നയാൾ ഇപ്പോൾ പുറത്തിറങ്ങി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ P ശശിയാണോ എന്ന സംശയമുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ 2006 മുതൽ 2011 വരെ, വലിയ ദൂരമൊന്നുമില്ല ആ ചരിത്രത്തിന്, 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തെ ആ മുന്നണിക്കുള്ളിൽ വരുന്ന ഒരാളുണ്ട്, PC ജോർജ്. PC ജോർജ് പുറത്തിറങ്ങി അതിഗംഭീരമായി ബാറ്റ് ചെയ്യുമായിരുന്നു. ഈ PC ജോർജ് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലൂടെയാണ് പാർട്ടിക്കെതിരായിട്ടുള്ളത് പാർട്ടിക്കുള്ളിലെയും പല നീക്കങ്ങളും ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്നൊരു സത്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്നേ പിണറായി വിജയൻ PC ജോർജിനെ മുന്നണിയിൽ നിന്നും AKS നിന്നും ചവിട്ടി പുറത്താക്കിയത്. അപ്പോൾ അങ്ങനൊരു ചരിത്രം CPM-ൻ്റെ ഈ 2006-2011 കാലഘട്ടം പരിശോധിച്ചാൽ അറിയാം. ഏറെക്കുറെ സമാനമായൊരു നീക്കമാണ് PV അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം 2006-2011 PC ജോർജ് കളിച്ചൊരു കളി, ആ ഒരു മാതൃക ഇപ്പോൾ പിന്തുടർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു പവർ ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പവർ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ട ഈ പറയുന്ന PV അൻവറിൻ്റെ രംഗപ്രവേശത്തിന് പിന്നിലുണ്ട്. ഇന്നിപ്പോൾ കാരാട്ട് റസാക്ക് കുറച്ചുകൂടി ഷാർപ്പായി P ശശിക്കെതിരെ പറയുന്നതിനകത്തുണ്ട്. CM-ൻ്റെ തന്നെ ഫോൺ ചോർത്തപ്പെട്ടു എന്ന് പറയുന്നതിനകത്തുണ്ട്. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും ഫോണുകൾ ചോർത്തപ്പെട്ടു എന്ന് പറയുന്നതിനകത്തുണ്ട്. അതൊക്കെ MR അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGP-യെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും മാത്രമാണെന്ന് കരുതാൻ വയ്യാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് കൃത്യമായും ഓപ്പറേഷൻ P ശശി തന്നെയാണ്. നോക്കൂ, ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കും. അത് കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കും. പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കും. അതിനുശേഷം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കും. ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് ഒരു ശശികാലമാകുമോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ അഭിപ്രായം, ഇത് ഇനിയും തലകൾ ഉരുളും. അതിലേറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് P ശശിയാണ് എന്ന് സംശയിക്കാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. സ്മൃതി, P ശശി ആൻഡ് ടീം, അതായത് P ശശിക്ക് കൂടെ പ്രവർത്തിക്കുന്ന P ശശിയുടെ ഓർഡറുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തലകൾ ഉരുളും P ശശിക്കൊപ്പം. അതുതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, P ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കപ്പെട്ട ആൾ പിന്നീട് പാർട്ടിയിലേക്ക് വരുന്നത് സാധാരണ നിലയിൽ വന്ന ശേഷം വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി, നായനാരുടെ കാലത്തുമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തുന്നു. അദ്ദേഹം അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നു. സൂപ്പർ മുഖ്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് പുറത്തേക്കുള്ളത്. മുഖ്യമന്ത്രിക്ക് പോലും കാര്യങ്ങൾ അവിടേക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താത്ത വിധത്തിൽ അവിടെ ഒരു മതിലായി അവിടെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കാൻ ഉള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ പ്രധാനിയായി MR അജിത് കുമാർ മാറുകയും ചെയ്യുന്നു. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതി ഉണ്ടായിട്ടുള്ളതാണ്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അപ്രധാനമായൊരു സ്ഥാനത്തേക്ക് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇങ്ങനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുടെ ADGP സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സർക്കാരിനറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം വീണ്ടും ഗുഡ് ബുക്കിലേക്ക് എത്തുന്നത്? അതിൽ P ശശിക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ P ശശി പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരാൾ കൂടിയാണ്. ആ നടപ്പാക്കൽ ഏതൊക്കെ തലത്തിലേക്ക് എത്തുന്നു? ഇതിപ്പോൾ KT ജലീലാവട്ടെ, PV അൻവർ ആകട്ടെ, കാരാട്ട് റസാഖ് ആകട്ടെ, അവർക്ക് പോലീസിൽ നിന്നും ദുരനുഭവം ആവർത്തിച്ചുണ്ടാകുന്നു. അവരുടെ മണ്ഡലങ്ങളിൽ അവർ പോലീസിനോട് പരാതിപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരേ രീതിയിലുള്ള പ്രതികരണം ഈ 3 പേരിൽ
നിന്നും വന്നിരിക്കുന്നത്. പി ശശിക്കെതിരെ ധിക്കാരം, അഹങ്കാരം തുടങ്ങിയ വാക്കുകളാണ് കരാട്ട് റസാക്ക് ഇന്ന് പരസ്യമായി ഫേസ്ബുക്കിലല്ലേ പോസ്റ്റ് ഇട്ടത്. അതേപോലെ തന്നെ ഞാൻ ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് ജലീൽ പറയുന്നു. മുഖ്യമന്ത്രിയെ ഏറ്റവും അടുത്ത ആളായി, മുഖ്യമന്ത്രിയോട് എന്തും വ്യക്തിപരമായ കാര്യങ്ങൾ പോലും തുറന്നു പറയാവുന്ന ഒരാളായി, മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എപ്പോഴും പോകുന്ന ഒരാളായിട്ടാണ് KT ജലീൽ സ്വയം അവതരിപ്പിച്ചിട്ടുള്ളത്. അൻവർ ആയാലും എൻ്റെ പിതാവിന് തുല്യമെന്നൊക്കെ പറയുന്നു. ഈ പിതാവിന് തുല്യമായാലും ഏറ്റവും അടുത്ത ജലീലിനും ഒന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരു തടസ്സം പിന്നീട് സംഭവിച്ചു. അത് പി ശശിയാണോ എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് പി ശശിയുടെ ഓഫീസുമല്ല, ഈ പറഞ്ഞ മാതിരി MR അജിത് കുമാറിൻ്റെ ഓഫീസുമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, ആഭ്യന്തര വകുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിലേക്ക് എങ്ങനെ എത്തുന്നു? അപ്പോൾ ഇത് തുടർച്ചയാകുമ്പോൾ അത് പാർട്ടിയിലും ചർച്ചയായിട്ടുണ്ട്. പാർട്ടിയിൽ ഈ പറഞ്ഞ പോലുള്ള പരാതികൾ പാർട്ടി സഖാക്കളിൽ നിന്ന് പോലും ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം. പി ശശി ആ തരത്തിൽ അവർക്ക് എത്താൻ പറ്റാത്തൊരു വലിയ മതിൽ അവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ. അപ്പോൾ മുഖ്യമന്ത്രി പൊതുവെ സന്ദർശകരെ ഒന്നും അനുവദിക്കാതിരുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് പിന്നീട് എങ്ങനെയാണ് മാറുന്നത്? വേറെ രൂപത്തിൽ അത് മാറുന്നു. ഒരു പരാതി പോലും പറയാൻ പറ്റാത്ത ഒരു സംവിധാനമായി ഇത് മാറുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ സംവിധാനം എങ്ങനെ മാറിയെന്ന് നമുക്കറിയാം. മാധ്യമപ്രവർത്തകർക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് അടച്ചിട്ട ഒരു കെട്ടിടമായി, അടച്ചിട്ട മനസ്സായി ആ സംവിധാനം മാറുമ്പോൾ അതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ പ്രതിഷേധം വരും. അപ്പോൾ പി ശശി നിലവിലെ സിസ്റ്റത്തിൽ നിന്നും വലിയ രൂപത്തിലേക്ക് വളരുന്നുണ്ടോ എന്ന പാർട്ടിക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്കും സംശയമുണ്ട്. ആ സംശയമാണ് പി ശശിയെ ആ രൂപത്തിൽ നിന്നും മാറ്റേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. ആ തീരുമാനം നടപ്പാക്കുന്ന ഒരു പോരാളിയായിട്ടാണ് PV അൻവറിനെ ഞാൻ കാണുന്നത്. PV അൻവർ ഈ വാർത്താസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മുഖ്യമന്ത്രി അറിയാതെ ആയിരിക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ഭരണകക്ഷി MLA, അതും മുഖ്യമന്ത്രിയെ എപ്പോഴും വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു MLA അങ്ങനെ ഒരു പറയാനൊരു ധൈര്യം കാണിക്കില്ല. താൻ ഫോൺ കോളുകൾ ചോർത്തി എന്ന് പറയുമ്പോൾ അതൊരു വലിയ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് പ്രഖ്യാപിക്കുമ്പോൾ അതിനെവിടേക്കോ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെ ചട്ടം വിട്ടാണെങ്കിലും ചില കാര്യങ്ങൾ പുറത്തെത്തിക്കാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് MR അജിത് കുമാർ എന്ന ADGPയെ പുറത്താക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അതെന്തായാലും അതൊരു വലിയ പദ്ധതി തന്നെയാണ്. പാർട്ടിയിൽ ഈ ചോദ്യങ്ങൾ ഉയരും. പി ശശി സ്വാഭാവികമായും അടുത്ത ലക്ഷ്യമിടുന്നത് പാർട്ടി സെക്രട്ടറി സ്ഥാനം തന്നെയാണ് എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ MV ഗോവിന്ദനും പറയുന്നു കാര്യങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കും, പാർട്ടിയും പരിശോധിക്കുമെന്ന്. അപ്പോൾ MV ഗോവിന്ദനാണല്ലോ പാർട്ടി സെക്രട്ടറി. അപ്പോൾ ഇനിയും അവിടുത്തെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സ്ഥാനചലനങ്ങൾ പല രൂപത്തിലായി വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ശക്തനായി മുഖ്യമന്ത്രിക്ക് ശേഷം പി ശശിയോ എന്ന ചോദ്യം, സംശയം വരുമ്പോൾ, ആശങ്ക വരുമ്പോൾ, ആ ആശങ്കയുള്ളവരാണ് ഈ പദ്ധതിക്ക് ഈ ഒരു ആലോചനയ്ക്ക് പിന്നിൽ, ഈ ഒരു എന്താ പറയുക ബോംബ് പൊട്ടിക്കലിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് തലത്തിലെ അംഗങ്ങൾക്ക് വരെ അത്ഭുതമുണ്ടാക്കിയ കാര്യമാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ PV അൻവർ എന്താണ് പറയുന്നത്, ആർക്കെതിരെയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹം ഇങ്ങനെ പറയുമോ എന്നൊക്കെയുള്ള സംശയം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ആ സംശയത്തിനൊക്കെയുള്ള മറുപടി വരും ദിവസങ്ങളിൽ കൊടുത്തേ തീരൂ, പാർട്ടിക്ക് മറുപടി പറഞ്ഞേ തീരൂ. ഇതിപ്പോൾ നോക്കൂ, സ്വർണ്ണക്കടത്ത് വിവാദമുണ്ടായ ഘട്ടത്തിലൊക്കെ അന്ന് എത്രയൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഈ മാധ്യമങ്ങൾ മുഴുവൻ ഒന്നാകെ ചർച്ച ചെയ്തിട്ടും മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ PV അൻവറിന് വലിയ പിന്തുണ ആ തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സഖാക്കളിൽ നിന്ന് തന്നെ. അതെന്തിൻ്റെ സൂചനയാണ്? അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റാത്ത, മുഖ്യമന്ത്രി ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എതിർവികാരങ്ങൾ, അത് ഓരോ മണ്ഡലത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ടാകും. അത് പാർട്ടിക്കും അറിയാം. അതെങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ വേരന്വേഷിച്ച് പോകുമ്പോഴാണ് എവിടെ നിന്നാണ് ഉത്തരവ് വരുന്നത്, എവിടെ നിന്നാണ് നിർദ്ദേശം വരുന്നത്, ആരുടെ വാക്കുകൾ കേൾക്കാം, ആരുടെ വാക്കുകൾ കേൾക്കേണ്ട. നമുക്ക് ഈ സോളാർ കേസിലെ പരാതിക്കാരിയെ ഒരു ശല്യക്കാരിയായിട്ടൊക്കെ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും അവരെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പലപ്പോഴും വാക്കുകൾ മാറിയിട്ടുണ്ട്, അവരുടെ നമ്മൾ മൊഴികൾ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോക്കൂ, പി ശശിയുടെ മുന്നിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ലിസ്റ്റ് ഓഫ് ഉദ്യോഗസ്ഥരുടെ പേരുമായിട്ട് ഞാൻ പരാതിയുമായി ചെന്നപ്പോൾ അതിൽ കുറേ ഉദ്യോഗസ്ഥരുടെ പേര് വെട്ടിയ ശേഷമാണ് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയെ കാണാൻ സമ്മതിച്ചില്ല. ഒരു പക്ഷേ ആ സമയത്ത് ആരോപണ വിധേയ ഒരാളെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിക്കില്ലായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കുറേ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് വെട്ടിയിട്ടാണ് അത് പരാതിയായിട്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ അതിലും താല്പര്യമുണ്ട്. അപ്പോൾ താല്പര്യങ്ങളിൽ മേൽ ഒരു പാർട്ടി ഒരു പിടുത്തം പിടിക്കാൻ പോകുന്നു. ആ പിടുത്തം തെറിക്കലിലേക്ക് നയിക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നേരിപ്പോൾ അവസാനിപ്പിച്ചിടത്ത് നിന്ന് സ്മൃതി പറഞ്ഞ
നടത്തുന്നത്. ഈ സോളാർ വിഷയത്തിലെ പരാതിക്കാരിയെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല എന്നത് പി ശശി ആ മുഖ്യമന്ത്രിയോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും ആക്സസ് കൊടുക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈ പരാതി ഉണ്ടാവുന്നത്. ഫിൽട്ടർ ചെയ്യുക എന്നുള്ളത് ആ ഘട്ടത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പി ശശി ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. നിങ്ങൾ സ്വപ്ന സുരേഷിന് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ആക്സസ് കൊടുത്തു, അതായിരുന്നല്ലോ വിമർശനം. ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ ചർച്ച ചെയ്യുന്ന ആലോചിച്ച് നോക്കും. അതുകൊണ്ട് പി ശശി അക്കാര്യത്തിൽ ചെയ്തതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനൊരു 2 മിനിറ്റ് അധികം എടുക്കുന്നതിൻ്റെ കാരണം ഇന്ന് പി വി അൻവർ നമ്മുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്നലെ നമ്മുടെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്ത വിഷയം പി വി അൻവർ ഉന്നയിക്കുകയുണ്ടായി. ആ വിഷയത്തിൽ പി വി അൻവർ ഇതൊരു ആരോഗ്യപരമായ സംവാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പി വി അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പോരാട്ട വീര്യത്തെ ഒട്ടും കുറച്ച് കാണാത്തൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹം എടുത്ത പല നിലപാടുകളോടും ഐക്യപ്പെടുന്ന ആളുമാണ് ഞാൻ. പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഒരുപാട് ജീർണതകൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതേസമയം ചിലത് അതിരി കടന്ന പോരാട്ടങ്ങളുമാണ് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പലപ്പോഴും വൈകാരികമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പല ഘട്ടങ്ങളിലും വസ്തുതകൾക്കപ്പുറത്തേക്ക് പോകുന്നു എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പറയുമ്പോഴും തീർച്ചയായും ഇത് സൗഹൃദപരമായ ഒരു ആരോഗ്യ സംവാദമായി മാത്രം ശ്രീ പി വി അൻവർ എടുക്കണം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഷാജിൻ സ്കറിക്കെതിരെ കേസെടുക്കാതെ പോയത്? അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടോ? ഉണ്ടാവാതിരിക്കാം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു പോയിന്റിൽ ഒരു വസ്തുതാപരമായ പിശക് അവിടെ സംഭവിച്ചു. CM ഓഫീസിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ശ്രീ പി വി അൻവർ അങ്ങ് പറഞ്ഞതുപോലെ അല്ല. ഞാനിത് പരിശോധിച്ചു, അങ്ങ് പറഞ്ഞു ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരിട്ട് തന്നെ ആ വിഷയം ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായ ഒരു വകുപ്പല്ല സൈബർ ടെററിസത്തിൻ്റെ സെക്ഷൻ 66F എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ ഫോൺ ചോർത്തൽ ഒരു നാഷണൽ സെക്യൂരിറ്റിയെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്വത്തിൻ്റെയോ അപകടത്തിലേക്ക് നയിച്ചതായി പ്രഥമദൃഷ്ട്യാ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഇത്രയും സീരിയസ് ആയ ഒരു ഒഫൻസ് 66F ഇടുക സാധ്യമല്ല. മാത്രമല്ല ആ ഘട്ടത്തിൽ ഷാജൻ സ്കറിയയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്നത് പ്രതിപക്ഷമാണ് എന്നതുകൂടി ഓർമ്മിക്കണം. അങ്ങനൊരു സാഹചര്യം അവിടെ കിടക്കുന്നു. അതൊരു ഭാഗമാണ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അതിലൊരു തർക്കത്തിൻ്റെ സാധ്യത ഇനിയില്ലെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം, ആ ആരോപണത്തിൻ്റെ തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന് തൻ്റെ മൊഴിയെടുത്തുകൂടായിരുന്നോ? പക്ഷേ വിജിലൻസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ഒക്കെ ചുമതലയുണ്ടായിരുന്ന ADGP മറ്റൊരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGPയും വിജിലൻസിൻ്റെ ചുമതലയുള്ള ADGPയും രണ്ടുപേരാവുന്നത് കൊണ്ട് തന്നെ വിജിലൻസ് എടുത്തിരിക്കുന്ന ഒരു നിലപാടിന് എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ ADGP കുറ്റക്കാരനാവുക എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പക്ഷേ ഒന്നങ്ങ് പറഞ്ഞത് ശരിയാണ്, സൂപ്പർ DGP ആയി ഈ ലോ ആൻഡ് ഓർഡർ ADGP വിജിലൻസിൽ കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, അത് അങ്ങയുടെ ബോധ്യമാണ്. പക്ഷേ ഒരു കാര്യം കൂടി അവിടെ ഇടയ്ക്ക് സംഭവിച്ചു. ഈ വിഷയത്തിൽ കോടതിയിൽ പോയ ഒരു കേസുണ്ട്, അത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. 150 കോടി രൂപ പ്രതിപക്ഷ നേതാവ് കൈക്കൂലി വാങ്ങി എന്ന് നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിച്ചു. ആര്? നമ്മുടെ പി വി അൻവർ MLA. നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികൻ ആരോപണം ഉന്നയിച്ചാൽ നിയമസഭാ സാമാജികൻ എന്നൊരു പ്രിവിലേജ് അവിടെ ലഭിക്കും. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ അതൊരു തെളിവായി എടുത്തുകൊണ്ട് ഒരു സ്യൂമോട്ടോ കേസ് എടുക്കാനോ ഒരു പൊതു താൽപ്പര്യ ഹർജിയോ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ കഴിയില്ല. കോടതിക്ക് കേസെടുക്കാൻ കഴിയില്ല എന്നർത്ഥം. പകരം അദ്ദേഹം പുറത്തു വന്നൊരു മൊഴി നൽകണം. അതിന് മൊഴി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ചോദിക്കും, മൊഴി എവിടെയാണ് നൽകേണ്ടത്? കേസ് എടുത്താലല്ലേ പറ്റൂ. ഒരു കേസ് എടുത്തു. ആ കേസ് എന്താണ്? ഹാഫീസ് കൊടുത്ത കേസാണ്. കേരള കോൺഗ്രസ് എം വിഭാഗത്തിലെ നേതാവായ ഹാഫീസ് കൊടുത്തൊരു കേസാണ്. പക്ഷേ ആ കേസ് പരിഗണിക്കുമ്പോൾ വിജിലൻസ് കോടതി എന്താ പറഞ്ഞത്? ഹിയർസേയുമായി വന്ന് നിങ്ങൾ ഇത്തരം കോടതിയുടെ സമയം പാഴാക്കരുത്, തെളിവുകളുമായി വരൂ എന്ന് പറഞ്ഞ് അന്ന് ഹാഫീസിനെ ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും അങ്ങേക്ക് മൊഴി കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ആ കേസിൽ കക്ഷി ചേരാമായിരുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിലൂടെ പറയാമായിരുന്നു. അതങ്ങ് ചെയ്യാതിരുന്നത് എന്ത് എന്നത് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഷെയ്ക്കാൻ വേണ്ടിയല്ല. പക്ഷേ വസ്തുതാപരമായി നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ എവിടെയൊക്കെ ചില മിസ്മാച്ചുകൾ കാണുന്നുണ്ട്. 2 ഘട്ടങ്ങൾ കൂടി ഞാൻ പറയാം. അങ്ങ് പറഞ്ഞൊരു വളരെ ഗുരുതരമായ വിവരമാണ് കേട്ടോ, ഫോൺ ചോർത്തിയ വിവരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡറിലെ ഒരു ചുമതലയുള്ളൊരു ADGPക്ക് ഈ സൈബർ സെല്ലിൻ്റെ ചുമതലയുള്ള മറ്റൊരു ADGP അറിയാതെ എങ്ങനെയാണ് ഫോൺ ചോർത്താൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ H വെങ്കടേഷിനെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടെറിട്ടറിയിലേക്ക് കടന്നു കയറിയാണ് കളിക്കാൻ പോകുന്നത്. അത് പുറം ലോകം അറിയില്ലേ? അത് പോലീസുകാർക്കിടയിൽ ചർച്ചാ വിഷയമാവില്ലേ? അങ്ങ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഫോൺ സംഭാഷണം ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെതാണെന്നറിയില്ല. പക്ഷേ അപ്പോഴും ഒരു വസ്തുത എവിടെ നിലനിൽക്കും? പല പോലീസുകാർക്കും ഇദ്ദേഹത്തിനെതിരെ വികാരമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. മാത്രമല്ല ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. അത് പാർട്ടി പ്രവർത്തകർക്കിടയിലും സജീവമായ പൊതുബോധമാണ്.
എനിക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നേതാവ് ഇങ്ങനെയാണ് ആ വാക്ക് പ്രയോഗിച്ചത്. മൊണാലിസയെ പോലെയാണ് ഈ ADGP അജിത് കുമാർ എന്ന വളരെ രസകരമായൊരു പ്രയോഗമാണ്. എന്താണ് മൊണാലിസയുടെ പ്രത്യേകത? ആര് നോക്കിയാലും തന്നെ നോക്കിച്ചിരിക്കുന്നത് പോലെ തോന്നും. അത് സുരേഷ് ഗോപി ആണെങ്കിലും VD സതീശനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ADGP അജിത് കുമാറിനെ നോക്കിയാൽ ഒരു മൊണാലിസയെ പോലെ തോന്നും എന്നാണ് ഈ നേതാവ് തന്നെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആരുടെയും പ്രലോഭനങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. എനിക്കതറിയില്ല, അതിൻ്റെ വസ്തുത എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു വികാരം ADGPക്കെതിരെ പൊതുവേ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു വികാരമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടങ്ങളായി മാറി എന്നൊരു ആരോപണം പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ഈ നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ, ഈ പാർട്ടി പ്രവർത്തകർ എന്തുകൊണ്ടാണ് PV അൻവറിൻ്റെ ആർഗ്യുമെൻ്റ് വലിയ ശക്തിയായിട്ട് എടുക്കുന്നത്? ഈ ഒരൊറ്റ ആർഗ്യുമെൻ്റ് അവരുടെ ഇടയിലുണ്ട്. അതായത് നേരത്തെ പോലെ പാർട്ടി പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ വേണ്ടത്ര രീതിയിൽ അത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളൊരു ഡിബേറ്റാണ്. പലപ്പോഴും ഞാനിതിനെ അനുകൂലിക്കുന്നതല്ല. കാര്യം ജനപ്രതിനിധികളുമായി പോലീസ് സ്റ്റേഷനിൽ സർഗാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം, മറ്റ് സ്വാധീനിക്കാനല്ല. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നൊരു ആരോപണം പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്, അണികളും ഉന്നയിക്കുന്നുണ്ട്. അത് വന്നത് P ശശി വന്നതിന് ശേഷവും ഈ ലോ ആൻഡ് ഓർഡർ ADGP-ആയി ഇദ്ദേഹം വന്നതിന് ശേഷവുമാണ്. അത് വലിയ പ്രതിഷേധമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ. അവിടെയാണ് PV അൻവറിന് കിട്ടുന്ന കയ്യടി എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളൊരു പക്ഷേ PV അൻവറിൻ്റെ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾക്കുമുള്ള കയ്യടിയെ തെറ്റിദ്ധരിക്കുന്നതെന്നാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫോൺ ചോർത്തുക എന്നുള്ളത് അത്ര എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല. അതിന് കൃത്യമായ പ്രോട്ടോകോൾ. മാത്രമല്ല സുപ്രീം കോടതി കേസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ്. അതിനുള്ള വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾക്ക് സൈബർ പോലീസിലെ ADGP-യെ മറികടന്നുകൊണ്ട് ഫോൺ ചോർത്തൽ കഴിയില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇനി മറിച്ച് തെളിവുകളുണ്ടെങ്കിൽ അത് വരട്ടെ, നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ അറിയാതെ പറഞ്ഞു പോയൊരു അബദ്ധം അദ്ദേഹവും ഫോൺ ചോർത്തി എന്നുള്ളതാണ്. അത് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ള സാങ്കേതിക വിദ്യ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ അറിവിൽ അത് സാധ്യമല്ല. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, വാട്സപ്പ് കോളുകളും മറ്റു ചിലർ അദ്ദേഹത്തിന് സമാഹരിച്ചു കൊടുത്ത തെളിവുകളുമാണ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത്. ഇനി അതല്ല, അങ്ങത് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ്. അങ്ങേക്കെതിരെ ശിക്ഷാ നടപടി വരാൻ സാധ്യതയുള്ള, കേസ് വരാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ശബ്ദരേഖകൾ അങ്ങേക്കൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോൺ ചോർത്തൽ രാഷ്ട്രീയ നേതാക്കളടക്കം, അതാണ് ഞാൻ ഈ പറഞ്ഞത്. മറ്റൊന്ന്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊരു കൊലപാതകം നടത്തി എന്ന് അങ്ങ് പറയുന്നു. ഗുരുതരമായ ആരോപണമാണ്. ഒരു മർഡറാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങ് പറയുന്നത് അങ്ങയുടെ പൂർണ്ണ ബോധ്യത്തിലാണെങ്കിൽ ഒരു കഗ്നിസിബിൾ ഒഫൻസാണത്. രണ്ട് കേസുകൾ പറയുന്നുണ്ട്. അതൊന്ന് മാമിയുടെ കേസും ഒന്ന് റിഷാദിൻ്റെ കേസും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും അതിനകത്ത് ഈ കേസ് പറയുന്നുണ്ട്. മറ്റൊന്ന് ഇന്നിപ്പോൾ ഇടവണ്ണയിലെ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം. കാര്യം അദ്ദേഹത്തിന് എന്താണ് അറിയാവുന്നത് ഈ വിഷയത്തെക്കുറിച്ച്. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇടവണ്ണയിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് നിശ്ചയമില്ല. അവരും ഇങ്ങനെ ഊഹിക്കുകയാണ്. അൻവർ MLA പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കരുതുന്നു എന്ന് പറയുമ്പോൾ ആ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള ഒരു എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇത് ഗുരുതരമായ ഒരു കൊലയാളിയാണ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അത് വിളിച്ചിരിക്കുന്നത് MLA ആണ്. അതൊരു കോഗ്നിസിബിൾ ഒഫൻസാണ്, ഒരു കൊല. അപ്പോൾ ആ മർഡർ എങ്ങനെയാണ്, എവിടെ വെച്ച്, ആരെ എന്നത് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, സ്വർണ്ണക്കടത്തിൽ പങ്കാളി അജിത് കുമാറിൻ്റെ ഭാര്യ നമുക്കറിയാവുന്നതുപോലെ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നതുകൂടി വെച്ചതുകൊണ്ടാണോ അങ്ങനെ ആരോപണം വന്നതെന്നറിയില്ല. പക്ഷേ അതും ഒരു രാജ്യദ്രോഹ പ്രവർത്തനമാണ്. സ്വർണ്ണക്കടത്ത് പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷം മിനിമം ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അതൊരു വലിയ ദേശദ്രോഹപരമായ കുറ്റമാണ്. അങ്ങനെ ദേശദ്രോഹ കുറ്റം ചെയ്ത ഒരു ADGP-ക്കെതിരെ തെളിവുകൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതൊരു ഏതെങ്കിലും വിധത്തിൽ കാടടച്ചു വെടിവെക്കുന്നതിൻ്റെ ഭാഗമായി വരാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ കവടിയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവടിയാറിൽ എന്താ സംഭവിച്ചത്? ഇന്ന് PV അൻവർ പറഞ്ഞത് കവടിയാറിൽ 12,000 സ്ക്വയർ ഫീറ്റ് മുതൽ 15,000 സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമുള്ള ഒരു വീട് നിർമ്മിക്കുന്നുവെന്നാണ്. പക്ഷേ ഒരു പ്രശ്നം അവിടെയുള്ളത്, നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യമായത് മൊത്തം 6,780 സ്ക്വയർ ഫീറ്റ് 3 നിലകളിലായിട്ടുള്ളൊരു വീടാണ് ഈ ADGP MR അജിത് കുമാർ അവിടെ വയ്ക്കാൻ വേണ്ടി പ്ലാൻ കൊടുത്തിരിക്കുന്നത്. 12,000 അല്ല. അപ്പോൾ അത് വസ്തുതാപരമായി പിശകുണ്ട്. മാത്രമല്ല, ഒരു സെൻറ്റിന് 70 ലക്ഷം രൂപ ഇപ്പോൾ അവിടെ വിലയുണ്ട്. അത് PV അൻവർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലം വാങ്ങിയത് 2004 അന്ന് സെൻറ്റിന് 12.5 ലക്ഷം രൂപയാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ പരമാവധി ആ വസ്തുവിന് 1.25 കോടി രൂപയെ വിലമതിക്കൂ. മാത്രമല്ല
വീടിന് ഒരു പക്ഷേ 1.25 കോടിയോ മാത്രമേ നിർമ്മാണ ചെലവ് കഴിഞ്ഞ് വരുമ്പോൾ സ്ക്വയർ ഫീറ്റിന് 3000 വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും 6700 സ്ക്വയർ ഫീറ്റിന് വീട് വരികയുള്ളൂ. അങ്ങനെ വന്നാൽ ഒരു ADGP ആയ താരതമ്യേന മികച്ച സാമ്പത്തിക ശേഷിയുള്ള ഭാര്യാഗ്രഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ADGPക്ക് അത് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമേറിയ വിഷയങ്ങൾക്കൊപ്പം അങ്ങ് അതിനെ ഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില വിഷയങ്ങൾ ദുർബലമായി പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അങ്ങയുടെ വാദത്തിന് വലിയ പ്രസക്തി ഇല്ലാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വസ്തുതാപരമായി നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി അന്വേഷിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശ്രീ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമാണ്. ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അതിന് BJP നേതാവ് നിഷേധിച്ചിട്ടുണ്ട് നമ്മുടെ ചർച്ചയിൽ. തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ഈ അലങ്കോലപ്പെടുത്താനൊന്നും ADGP ഒന്നും ശ്രമിച്ചിട്ടില്ല എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനത് മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണത് സാധ്യമാവുക എന്ന ചോദ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അങ്കിത് അശോകിനോട് ADGP ഈ സമയത്ത് ഇങ്ങനെ അന്നത്തെ വാർത്തകൾ ഞാൻ ഓർക്കുന്നത് അദ്ദേഹം രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു. അല്ല, രാവിലെ മുതൽ അവിടെ ഉണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ അവിടെ SP അല്ലേ അവിടെ ഇടപെട്ടിരുന്നത്, അങ്കിത് അശോക്. അദ്ദേഹം അവിടെ ഇടപെടുമ്പോൾ അദ്ദേഹം കേരളവുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് അദ്ദേഹം ധാരണയില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ആളുകളെ തടയുന്ന ഘട്ടവും ഈ വാർത്ത സംഭവിക്കുമ്പോഴൊക്കെ അദ്ദേഹം അപ്പുറത്തുണ്ട്, അദ്ദേഹം ആ നഗരത്തിലുണ്ട്. അദ്ദേഹം ഇടപെട്ടില്ല എന്നും അദ്ദേഹം ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ സംഭവിച്ചതാണ്. അത് അറിയപ്പെട്ടു, അത് മാറ്റപ്പെട്ടു. അതിനുശേഷം അത് തുറന്നു കൊടുത്തു. ഡാമേജ് വളരെ വലുതാണ്. പക്ഷേ അത് മനഃപൂർവ്വം അദ്ദേഹം ചെയ്തു എന്ന തരത്തിലുള്ള ഒരു കോൺസ്പിറസി തിയറി ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നമുക്കറിയാവുന്നത് അവിടുത്തെ BJP നേതാക്കളോട് ചോദിച്ചു, അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, BJP നേതാവ് അത് നിഷേധിക്കുന്നു. നമ്മുടെ മുന്നിലുള്ളൊരു നേതാവ് അദ്ദേഹമാണ്. മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഒന്നും ADGP ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല, ഇങ്ങനെ തടയണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ. ഇത് അദ്ദേഹത്തിൻ്റെ ഇമ്മച്ചുറായ ഒരു പെരുമാറ്റം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്കിത് അശോക് ഉണ്ടാക്കി വെച്ച ഒരു കുഴപ്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ADGPയെ വെള്ളപൂശാൻ വേണ്ടിയല്ല, പക്ഷേ ADGPക്കെതിരെ ഒരു പൊതുബോധമുണ്ട് എന്നുള്ളതും കൂടി പ്രേക്ഷകരോട് ഞാൻ പറയണം. അങ്ങനെ ഒരു പൊതുബോധത്തിൽ ADGPയെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾ ചിലത് സംശയിക്കുന്നു. അതിൻ്റെ ഒരു കാരണം ഇതാണ്, അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ഉള്ളൊരു അരഗൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആവാം. പക്ഷേ സർക്കാർ തലങ്ങളിൽ തന്നെ അദ്ദേഹം വളരെ എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല ഘട്ടങ്ങളിലും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ്, അദ്ദേഹത്തിന് ഈ ഷാജു ഗെലിൻ്റെ പോലെയുള്ള സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് 19 തവണ അദ്ദേഹത്തെ കിടന്ന് വിളിക്കുക. അപ്പോൾ പല ഘട്ടങ്ങളിലും രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഈ അഡീഷണൽ DGP കൊണ്ടുവന്നിട്ടുണ്ട്, ADGP പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതെയും വയ്യ. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഇനി നെല്ലും പതിരും സാവധാനം തിരിഞ്ഞു വരണം. ഞാനിതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് കരുതുന്നയാളല്ല. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന. കാരണം ഇത് KT ജലീലുണ്ട്, കാരാട്ട് റസാഖുണ്ട്. ഇവർ 3 പേരുമാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം പൂർണ്ണമായി നൽകിയിരിക്കുന്നത്. PV അൻവറിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് അന്വേഷിക്കട്ടെ. അതുമാത്രമല്ല ഇടതുപക്ഷത്തെ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയൂ. ഇടതുപക്ഷത്തെ ഒരു MLA ഒരു ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം നടക്കട്ടെ എന്നാണ് ആദ്യം പറയുക. ഇനി അന്വേഷണം നടന്നതിന് ശേഷം പറഞ്ഞതിൽ പതിരാണെങ്കിൽ അതനുഭവിക്കാൻ പോകുന്നത് PV അൻവർ ആയിരിക്കും. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് PV അൻവറിനെ പൂർണ്ണമായും തള്ളാൻ CPM തയ്യാറാവില്ല എന്നാണ്. കാരണം PV അൻവർ എന്ന രാഷ്ട്രീയ പോരാളിയെ ഇടതുപക്ഷത്തിന് ആവശ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ തലകൾ കൂടുതൽ ഉരുളുമോ എന്ന ചോദ്യത്തിന് ഉരുണ്ടേക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ എനിക്ക് നിശ്ചയമില്ല. സുജയ, ഇനിയും തലകൾ ഉരുളുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവർ പൊട്ടിച്ച വെടിയിൽ ആദ്യം പറഞ്ഞ തല ഉരുളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ തല വെട്ടിമാറ്റിയാൽ പലരും ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഇനിയും തലകൾ ഉരുളേണ്ടതാണ്. കാരണം കേരള രാഷ്ട്രീയത്തിലെ ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പവർ നെക്സസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഹിൻ്റാണ് PV അൻവർ നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയേക്കാൾ പവർഫുൾ പേഴ്സണായി മാറിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അത് എങ്ങനെയാണ് തനിക്ക് ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കാരാട്ട് റസാഖ് ആയാലും PV അൻവർ ആയാലും ഒക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. ഇന്ന് നോക്കൂ, ഇന്ന് വെളിപ്പെടുത്തലുകളില്ല, ഇരകൾ പുതുതായി രംഗത്ത് വരുന്നില്ല, അതിജീവിതകൾ പുതുതായി രംഗത്ത് വരുന്നില്ല, ഒന്നുമില്ല. എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇതിലേക്കാണ്. അതായത് ഈ ഹെഡ്ലൈൻസ് തന്നെ സ്റ്റീൽ ചെയ്തിട്ടുള്ള ഒരു ഷോയിലേക്ക് മാറുകയാണ്. അത് കൃത്യമായി ആസൂത്രിതമായ വെളിപ്പെടുത്തലും അതിന്മേലുള്ള പ്രതികരണങ്ങളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം PV അൻവർ MLA ഒറ്റയ്ക്ക് പൊടുന്നനെ ഒരു വിസിൽ ബ്ലോവറായി രംഗത്ത് വന്ന് ഇക്കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നത് ഒരു വാദത്തിന് വേണ്ടി ഒരു ഭാഗത്ത് നമുക്ക് വയ്ക്കാം. എന്നാൽ മറുഭാഗത്ത് നോക്കൂ, മറുഭാഗത്തെ കംപ്ലീറ്റ് സൈലൻസ് ആണ്. അതായത് സൈലൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ മൗനം സമ്മതം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു മൗനാനുവാദം മുഖ്യമന്ത്രി നൽകി PV അൻവറിനെ രംഗത്തിറക്കിയതാണ് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഒരു ഇമേജ് ബിൽഡിംഗ് ആവശ്യമാണ്, ഒരു ഇമേജ് ബൂസ്റ്റ് ആവശ്യമാണ്. ആർക്കാണ്? മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്.
ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പരാജയത്തെക്കുറിച്ച് ആവർത്തിച്ച് റെഫറൻസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചു എന്നതിനെ ചൊല്ലി, 4.5 വർഷക്കാലം സർക്കാർ അതിന്മേൽ അടയിരുന്നതിനെ ചൊല്ലി ചർച്ചകൾ നടക്കുമ്പോഴാണ് അതിൽ നിന്നും വളരെ ക്ലെവറായിട്ടാണ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിലേക്ക്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആ കാര്യങ്ങൾ വൈകിയതിൽ ഇനിയിപ്പോൾ 10-ാം തീയതിയാണ് കോടതിയുടെ മുന്നിലേക്ക് വരേണ്ടത്. താരരാജാക്കന്മാരുടെ മൗനം തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ആ വിഷയങ്ങളിൽ തന്നെയായിരുന്നു ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് പി വി അൻവർ MLA യുടെ രംഗപ്രവേശം. പി വി അൻവർ MLA പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തള്ളി പറയുന്നില്ല, പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം പി വി അൻവർ MLA ഒരു മാധ്യമ പ്രവർത്തകനെ പോലെ അത്രയും പണിയെടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന്. യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ പി വി അൻവർ MLA പ്രവർത്തിച്ചു എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. അത് നമുക്കും ആ രീതിയിൽ പറയേണ്ടതായ ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. കാരണം കവടിയാറിൽ ADGP MR അജിത് കുമാർ ഇങ്ങനൊരു വീട് പണിയുന്ന കാര്യം പി വി അൻവർ MLA പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിനു മുൻപ് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും സർക്കാരിൻ്റെ ഭാഗമായ ആളുകളും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് ഈ കവടിയാറിൽ ഇത്രയും വലിയ ഒരു പ്രോപ്പർട്ടിയിൽ, അതും നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു വീട് പണിയുന്നതോ അല്ലെങ്കിൽ കൊട്ടാരം പോലൊരു വീട് വെക്കുന്നതോ ഒക്കെ നല്ലതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ 29 വർഷം സർവീസായി. അപ്പോൾ അങ്ങനെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു 56-55 വയസ്സ് പ്രായമായിട്ടുണ്ടാവും ADGP MR അജിത് കുമാറിന്. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് നഗരത്തിലെ ഏറ്റവും നന്നായ ഒരു പ്രൈം പ്രോപ്പർട്ടിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. നമ്മളൊക്കെ ആയാലും നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് അങ്ങനെ ഏറ്റവും നന്നായി, ഏറ്റവും ആസ്വാദ്യകരമായി അങ്ങനെ ഒരു ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഈ സമയം മറന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ ADGPയും ചിന്തിച്ചിട്ടുണ്ടാകും. അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹം സമ്പാദിച്ച പണം കൊണ്ടാണെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിനും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കൃത്യമായി നികുതി അടച്ച് നമ്മൾ സമ്പാദിക്കുന്ന പണം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ആരോപണം ഉയർന്നിരിക്കുന്നത് എങ്ങനെയാണ്? കൈക്കൂലി വാങ്ങി, പണം വാങ്ങി, അങ്ങനെ പല പല ആരോപണങ്ങൾ ക്ലബ് ചെയ്തുകൊണ്ട് വരികയാണ്. അതൊക്കെ ആരോപണമായി നിൽക്കുകയാണ്. അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് ഇറങ്ങിയ പി വി അൻവറിന്റെ മേൽ വന്നു വീണിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. കാരണം ADGP പറഞ്ഞത് എന്താണ്? ADGP സർക്കാരിന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാവണം. അതായത് പി വി അൻവറിന്റെ ആരോപണങ്ങളിന്മേൽ അന്വേഷണം വേണമെന്നാണ് ADGP എഴുതി കൊടുത്തിരിക്കുന്നത്. അതിൽ അന്വേഷിക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസവുമായി വന്ന പി വി അൻവർ കൃത്യമായി ആ കാര്യങ്ങൾ പറയണം. അത് നടന്നില്ലെങ്കിൽ തിരിച്ചുള്ള ഈ പരാതി, അതായത് ADGPയുടെ കത്തെന്ന് പറയുന്നത് ഒരു പരാതിയായി ട്രീറ്റ് ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ആരോപണം ഉന്നയിച്ച വ്യക്തി ആരാണോ ആ വ്യക്തി, അത് ഞാനാണെങ്കിൽ ഞാൻ, പി വി അൻവർ ആണെങ്കിൽ പി വി അൻവർ, ഡോക്ടർ അരുൺ ആണെങ്കിൽ ഡോക്ടർ അരുൺ, ആരായാലും കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം. അതായത് ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശബ്ദം മാറ്റി വിളിക്കുന്ന വോയിസ് റെക്കോർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തൊരു വോയിസ് റെക്കോർഡാണ് ഇന്ന് കേൾപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് SP സുജിത് ദാസ് പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രാവിറ്റി ഉണ്ട്. കാരണം SP സുജിത് ദാസ് സേനയിൽ ഇരുന്നുകൊണ്ട് സേനയിലെ ഒരു മേലുദ്യോഗസ്ഥനെ പറ്റി സേനയുടെ മേൽഘടകത്തിൽ പറയേണ്ട പരാതി ഒരു ജനപ്രതിനിധിയോട് പറയുന്നത് എന്തിനാണ്? ADGP MR അജിത് കുമാറിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ DGPക്ക് അയക്കാം. കാരണം ADGPയുടെ മുകളിലുള്ള പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ ഇരിപ്പുണ്ട്. DGP ഷെയ്ഖ് ദർവേസ് സാഹു അവിടെ വെറുതെ ഇരിക്കുകയല്ല, അദ്ദേഹത്തെ അറിയിക്കാം. അതറിയിക്കാതെ 25 വർഷത്തെ എൻ്റെ സ്തുത്യർഹ സേവനം ഞാൻ MLAക്ക് തരാം, MLA എല്ലാം കോംപ്രമൈസ് ആക്കി ഡീലാക്കി തരണമെന്ന് പറഞ്ഞ SP സുജിത് ദാസിനെ ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് തുടരാനേ അർഹനല്ല എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്ന കാര്യമാണ്. പക്ഷേ ADGPയുടെ കാര്യത്തിൽ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവ് വേണം. ഒരു വീടിൻ്റെ പ്ലാൻ, അതായത് ADGPക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ തന്നെ അവിടെ വീടിൻ്റെ പ്ലാൻ കൃത്യമായി അതേസമയം തന്നെ എല്ലാ മാധ്യമങ്ങളിലും വരികയാണ് ഒരേപോലെ. അപ്പോൾ ഇതൊരു പ്ലാൻഡ് അറ്റാക്കാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ബാക്കി തെളിവുകൾ കൊണ്ടുവരേണ്ട ബാധ്യതയും പി വി അൻവർ MLAക്ക്. അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനൊപ്പം തന്നെയാണ് ഞാൻ. കാരണം അദ്ദേഹം കൂടുതൽ തെളിവുകൾ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ, മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കുപോലെ പുഴുക്കുത്തുകൾ അത് ഏത് മേഖലയിലുണ്ടെങ്കിൽ അത് പുറത്തു വരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പേരുകൾ പുഴുക്കുത്തുകളാണ്. ആ പുഴുക്കുത്തുകളും പുറത്തു വരണം. അതിലേക്കും അന്വേഷണം പോകണം. അല്ലാതെ ആ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റസൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് മാത്രം ആഭ്യന്തര വകുപ്പിന്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് മാത്രം എടുത്തു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് 10-ാം തീയതി എന്തായാലും കോടതി എടുക്കുമല്ലോ, അപ്പോൾ നമ്മളത് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിട്ടിട്ട് ഈ അൻവർ MLA കൊണ്ടുവന്ന വാർത്തയുടെ പിന്നാലെ മാത്രം ഓടുകയല്ല മാധ്യമങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ADGP MR അജിത് കുമാറിനെ ഞാൻ പറയാം. ADGP MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ADGPക്കെതിരെ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം അത് പ്രൂവ് ചെയ്യപ്പെടണം. പ്രഥമദൃഷ്ടിയായെങ്കിലും അത് പ്രൂവ് ചെയ്യപ്പെടണം. പ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള എന്ത് എവിഡൻസ് ആണുള്ളത്? കവടിയാറിൽ വീട് വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യം. അതാ പറഞ്ഞത്, ആ വീട് വാങ്ങുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം. ആ വീട് വാങ്ങുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല, പി വി അൻവർ MLAയോട് പറഞ്ഞില്ല, ഡോക്ടർ അരുണിനോട് പറഞ്ഞില്ല, നാട്ടുകാരോട് പറഞ്ഞില്ല എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചോയ്സാണ്, പേഴ്സണൽ ചോയ്സാണ്. ഡോക്ടർ അരുൺ ഇപ്പോൾ ഒരു വീട് വാങ്ങുമ്പോൾ ഞങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് ഒരു നിർബന്ധമില്ല.
പക്ഷേ അത് നമ്മുടെ ഇൻകത്തിൽ നിന്നായിരിക്കണം, നമ്മൾ നികുതി അടയ്ക്കുന്ന പണമായിരിക്കണം, അല്ലാതെ കള്ളത്തരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അങ്ങനെ രേഖയില്ലാത്തതോ ആയാൽ നമ്മൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ADGPക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള ടാഗ് ലൈൻ പൊളിഞ്ഞു, അവർ തമ്മിൽ തെറ്റി എന്നുള്ളതൊക്കെയാണല്ലോ. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് എത്രത്തോളം തെറ്റിക്കാൻ കഴിയും? കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കാണ്. സ്വന്തം ചുമതലയ്ക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാരനെ പ്രൊട്ടക്ട് ചെയ്തയാളും കുറ്റക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും കുറ്റക്കാരനാണ്. ADGP തെറ്റാണെങ്കിൽ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രകാലം കൂടെ നിർത്തിയിരുന്ന ആൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഇതിൽ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ, അതായത് വേദിയിൽ എന്ത് പറയണം, വേദിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പൊതുവേദിയിൽ ADGP ഇരുത്തിക്കൊണ്ടുള്ള അന്വേഷണ പ്രഖ്യാപനം വരുമ്പോൾ നമ്മൾ മറ്റൊരു ക്യാമറയിൽ ADGPയുടെ മുഖഭാവങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു ടെൻഷൻ ഉള്ള പോലൊന്നും എനിക്ക് തോന്നിയില്ല. എന്ത് വന്നാലും ഫേസ് ചെയ്യാമെന്നുള്ള മട്ടിൽ തന്നെയാണ് ഇന്ന് ADGP ഇരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ P ശശിയാണ് ഇവിടെ ഇനി പൊള്ളാൻ പോകുന്നത്. P ശശി ഒരു പരാജിതൻ ശശിയായി ഇറങ്ങേണ്ടി വരും. പാർട്ടിയിൽ ഇപ്പോൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ്, അതായത് ഉയർന്ന ആരോപണമൊന്നും ചെറുതല്ലല്ലോ, വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടതിന് ശേഷമാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിച്ചു വെച്ചത്. അവിടെ നിന്ന് പരാജിതനായി അദ്ദേഹം ഇറങ്ങുന്ന ഒരു കാലം വരുന്നു. അതിനുള്ള ഒരു കലാപം പാർട്ടിക്കുള്ളിൽ നടക്കുന്നു. അതിന് മുഖ്യമന്ത്രിയും അനുവാദം കൊടുത്തിരിക്കുന്നു. ആ അനുവാദത്തോടെ PV അൻവറിനെ രംഗത്തിറക്കിയതാണ് എന്നുള്ള വാദത്തോട് യോജിച്ച് നിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരും പോലീസും ഞെട്ടി. PV എന്ന പിണറായി വിജയനെ വരച്ചവരയിൽ നിർത്തി ആഭ്യന്തര യുദ്ധമെന്നൊന്നുമല്ല, ഇത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറയുന്നു, ഇവിടുത്തെ ഈ പവർ ഗ്രൂപ്പിന്റെ കിങ് പിൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ ഒന്നും നടക്കില്ല. ഈ പ്ലോട്ട് കൃത്യമായി ഡയറക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു പക്ഷേ MR അജിത് കുമാറിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ ഇത്രയും സമയം കാത്തിരിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അപ്പോൾ P ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി പദവി കൊടുത്ത സംസ്ഥാന ഘടകം, CPIM-ന്റെ സംസ്ഥാന ഘടകത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ മറുപടി പറയണം. P ശശി അവിടെ തുടരണോ എന്ന കാര്യത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയണം. കാരണം അത് പാർട്ടിക്ക് എടുക്കാവുന്ന തീരുമാനമാണ്. ADGPയുടെ കാര്യത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ലീഗാലിറ്റിയൊക്കെ പരിശോധിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നാണ് ദാസനോട് പറയാനുള്ളത്. അപ്പോൾ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാതെ അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ മതി, അത് മുഖ്യമന്ത്രി തന്നെ വിചാരിച്ചാൽ മതി. മുഖ്യമന്ത്രി സംസ്ഥാന സമിതിയിൽ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി താൻ ശശിക്കൊപ്പം കംഫർട്ടബിൾ അല്ല എന്നൊരു തീരുമാനമെടുത്താൽ ആ നിമിഷം പാർട്ടി മാറ്റി കൊടുക്കും. അതിന് PV അൻവറിനെ പോയി കണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ പുറം തിരിഞ്ഞു വരേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വളഞ്ഞു മൂക്ക് പിടിച്ചു. വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ പവർ ഗ്രൂപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആരുടെ കമ്മിറ്റഡ് ആയിരിക്കുന്നത്? മുഖ്യമന്ത്രിയോടും പാർട്ടിയോടുമാണ്. അവർക്ക് രണ്ടുപേർക്കും ആ വിഷയത്തിൽ അതൃപ്തിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റ് കുറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഈ പൊളിക്കാൻ നോക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ PV അൻവറിനോട് ചോദിച്ചു നോക്കൂ. PV അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതേ ഉള്ളൂ മറ്റന്നാൾ. ഈ വിവരങ്ങളൊന്നും PV അൻവർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ PV അൻവറിനെ വിളിച്ച് ചോദിച്ചോളൂ. PV അൻവറിനോട് ഈ വിഷയം മുഖ്യമന്ത്രി മുഴുവൻ വിഷയങ്ങളും ആരാഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. PV അൻവർ എന്തായാലും നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നു. ഞാൻ വിളിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. PV അൻവർ ഈ വിഷയം മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ധരിപ്പിച്ചിട്ടില്ല, ധരിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ കയറാൻ പറ്റുന്നില്ലെന്നല്ലേ പറയും. നിങ്ങൾ നോക്കൂ, 10 മിനിറ്റ് അനുവദിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അത് പോരാ, എനിക്ക് കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ സമയം നാളെ അനുവദിച്ചിട്ടുണ്ട്, അദ്ദേഹം പോയി പറയും. പക്ഷെ അതിനു മുമ്പ് വേണ്ടിയിരുന്നു എന്നൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. കാര്യം ഈ ധരിപ്പിച്ച ആക്ഷൻ എടുത്തില്ലെങ്കിലല്ലേ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയോ പാർട്ടിയിലെ ഒരു നേതാവിൻ്റെയും അനുവാദത്തോടു കൂടിയല്ല PV അൻവർ ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ PV അൻവറിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണം കൊണ്ട് തന്നെ പാർട്ടി അണികളിൽ നിന്ന് കൈയടിയും കിട്ടുന്നുണ്ട്. നമുക്കൊരു ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റോഷിപാൽ ഒരു അങ്ങനെ കൈയടി വാങ്ങി പ്രതികരിക്കുന്ന ഒരു നേതാവിനെ വെറുതെ വിടുന്ന ഒരു നിലപാടല്ല ഇതുവരെ പിണറായി വിജയൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയും ഗൗരവത്തിലുള്ള ഒരു വിഷയം സ്വന്തം ഓഫീസിനെതിരെ, സ്വന്തം വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ PV അൻവറിന് എല്ലാ തരത്തിലും പറഞ്ഞോട്ടെ. ആരോപണം ഉന്നയിച്ചെന്ന് മാത്രമല്ലല്ലോ മാഡം, ആരോപണം ഉന്നയിച്ച വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ADGPക്കെതിരെയാണ്. അത് ഈ അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ പോയി പ്രഖ്യാപിക്കുന്നതൊക്കെ അത് ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്ക് അങ്കിത് അശോകൻ മലയാളി അല്ല എന്നൊരു ധ്വനിക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയെന്ന് തോന്നുന്നു അല്ലേ? അദ്ദേഹം മലയാളി തന്നെയാണ് അല്ലേ? അരുൺ സാറിന്റെ ജില്ലയാണ്, അഞ്ചലുമാണ് അല്ലേ? ഫ്രം അഞ്ചൽ എന്നാണ്. അങ്കിത് അശോക് എന്ന് പറഞ്ഞപ്പോഴേ വളരെ പെട്ടെന്ന് നമ്മൾ മാത്രമല്ല ആ ഒരു പൊതുബോധം എന്തോ അന്ന് ആരോ ചർച്ചയിൽ പറഞ്ഞിരുന്നത് പൂരത്തെ കുറിച്ചുള്ള ഒരു ധാരണയില്ലാത്തതുകൊണ്ടും പൂരം നടത്തുന്നതിനെ കുറിച്ച് എന്താ സംശയം?
ശരി. അതിന്റെ ഗൗരവം കൂടി. ഞാൻ അതിനകത്ത് നോ കമൻസ്, അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനിയും തലകൾ ഉരുളുമോ എന്നാണ് ചോദ്യം. അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാനും കമന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇവിടെ ആരും അങ്ങനെ കമന്റ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, എന്റെ സംശയമൊന്നുമില്ല. പിന്നെ എങ്ങനെ പൂരം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞത്? അതെ അതെ അതെ. പക്ഷേ പൂരം അറിഞ്ഞുകൊണ്ട് കലക്കി ചെയ്തു എന്നുള്ളത് നമുക്ക് അല്ല, ഇത് അല്ല, അറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതിന് അദ്ദേഹത്തെ അറിയുന്ന ഒരു കാര്യം മാറ്റിയില്ല, പറഞ്ഞോട്ടെ. സർക്കാർ മാറ്റിയില്ലല്ലോ. ഞാൻ അറിയുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. പൂരം എന്തായാലും കലങ്ങി എന്നുള്ള ഒരു വസ്തുതയാണ്. അത് തൃശ്ശൂരുകാർക്കും അത് കലക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അതെ, ബോധ്യപ്പെട്ടതാണ്. അതെ, നോക്കൂ, അതെ. കലക്കി അന്ന് എന്നൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആരോപണമായിട്ട് തന്നെ വി എസ് സുനിൽകുമാർ ഉന്നയിച്ച വിഷയമാണത്. അത് നമ്മൾ മാറ്റിയില്ലല്ലോ. ചർച്ച ചെയ്താണല്ലോ. അങ്ങനെ പൂരം കലക്കിയത് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ മാറ്റുമല്ലോ. മാറ്റിയില്ലല്ലോ. അല്ല, സർക്കാർ അനങ്ങിയില്ല, മാറ്റിയില്ല അതിനകത്ത് എന്നുള്ളത് കൊണ്ട് അടുത്ത ആരോപണം. അല്ല, ഞാൻ പറയുന്നത് നമുക്ക് ഒരു കാര്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാക്കാറുണ്ട്. അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ തുടർന്നോളൂ. ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ സാധ്യമാണ്. ആ വ്യാഖ്യാനങ്ങൾ കോൺസ്പിറസി തിയറി മാത്രമാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ല, കോൺസ്പിറസി ചോയ്സ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ കോൺസ്പിറസി തിയറിയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് ആരോപിക്കേണ്ട. മാത്രമല്ല, താങ്കളുടെ ചോയ്സ് അല്ലല്ലോ എന്റെ ചോയ്സ്. അതെ, നമ്മളെ definitely സംബന്ധിച്ച് different opinions. അതെ, ഡിഫറെന്റ് അത് വേണമല്ലോ. അതാണ് കറക്റ്റ്. ഇപ്പൊ അങ്കിത അശോകൻ തൃശ്ശൂർ പൂരം കലക്കിയോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. തൃശ്ശൂർ പൂരം കലങ്ങി എന്നുള്ളത് വാസ്തവമാണ്. അത് കലക്കാൻ വേണ്ടി ഒരു ബോധപൂർവമായ രാഷ്ട്രീയ നീക്കം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാണ് എന്റെ നിലപാട്. അങ്ങനെ കലക്കി എന്ന് സർക്കാരിന് നിലപാടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. കറക്റ്റ്. ദിസ് ഈസ് മൈ പൊസിഷൻ. അപ്പോൾ ഇനിയും തലകൾ ഉരുളുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 4 പേർ. Meet the editor.